ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ആർഷ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ഓർമ്മയുണ്ടോ? മറന്നുപോയി അല്ലേ? എല്ലാവരും അതിൽ നിന്നും പിന്തിരിഞ്ഞു എന്നെനിക്കറിയാം. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ബെഗ് യുവർ പാർഡൺ ഫോർ ദാറ്റ്. ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. ഐ ഡു എഗ്രി മൈ മിസ്റ്റേക്ക്. എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? അറിയാൻ ആഗ്രഹമില്ലേ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനങ്ങ് പറയുകയാണ്. നമ്മുടെ ആർഷ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് അതിൻ്റെ സിമ്മ് സാങ്കേതികമായി ചില പ്രത്യേക സാഹചര്യങ്ങളാൽ നഷ്ടപ്പെടുകയുണ്ടായി. നമ്മുടെ ഈ സിമ്മ് നഷ്ടപ്പെട്ടതിന് ശേഷം പുതിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് നമ്മൾ അറേഞ്ച് ചെയ്തെടുത്തു വന്നപ്പോഴേക്കും നമ്മുടെ ഈ ചാനൽ വീണ്ടും അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു. അത് നമ്മൾ റീക്യാപ്പ് ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം ദിവസങ്ങൾ വേണ്ടി വന്നു. ഇത് നമുക്ക് ഓക്കെ, നോ ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. അത് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ പഴയ രീതിയിൽ തുടർന്നു പോകാം. നമ്മൾ 2-3 പ്രാവശ്യം വാക്ക് പറഞ്ഞതായിരുന്നു, ആഴ്ചയിൽ 2 ക്ലാസ് വെച്ച് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഇത് തുടരുവാൻ ആവശ്യപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഞാനിതാ നിങ്ങൾക്ക് എല്ലാ സഹോദരങ്ങളോടും ഞാനിതാ നിങ്ങളോട് വാക്ക് പറയുന്നു. നമ്മുടെ ഈ ചാനൽ പഴയ രീതിയിൽ തന്നെ തുടർന്നു പോകും എന്നും നേരത്തെ പറഞ്ഞതിന് പ്രകാരം നമ്മൾ ആഴ്ചയിൽ 2 ക്ലാസ് എങ്കിലും മിനിമം 2 ക്ലാസ് എങ്കിലും നമുക്ക് ഇടുവാൻ ശ്രമിക്കാം എന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം കേട്ടോ. അത് മാത്രമല്ല, ഇത് ഇപ്പോൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കുറച്ച് പേര് എന്നോട് ഇങ്ങോട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ, അതിന് പേഴ്സണലായിട്ട് അവർക്ക് മറുപടി കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഈ നമ്മുടെ വീഡിയോയിലൂടെ മറുപടി പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം അവർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: വെൻ എന്ന വാക്കിന് എപ്പോൾ എന്ന അർത്ഥം പറഞ്ഞു തന്നതോടൊപ്പം അപ്പോൾ എന്നുകൂടി അർത്ഥമുണ്ട്. ഇത് ഉപയോഗിച്ച് വരുന്ന വഴിക്ക് തന്നെ ഇതിൻ്റെ മീനിങ് മാറിപ്പോന്നു. അത് എപ്പോഴാണ്, ഏത് സമയത്താണ് എപ്പോൾ എന്ന വാക്ക് അപ്പോളായി മാറുന്നത്? ഈ വെന്നിൻ്റെ ഈ വെൻ എന്ന ആ വാക്കിന് അപ്പോൾ എപ്പോൾ എന്ന 2 വാക്ക് വരുന്ന സമയം എപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്ങനെയാണ് ആ ഒരേ വാക്കിന് 2 അർത്ഥങ്ങൾ വരുന്നത്? എപ്പോൾ, അപ്പോൾ. അപ്പോളിന് വേറെ വാക്കില്ലേ എന്ന്? ഉണ്ട്. അത് എപ്പോഴാണ് ഇത് വരുന്നത് എന്നത് കൃത്യമായി നിങ്ങൾക്ക് ഞാൻ അടുത്ത ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത് നമ്മൾ എടുത്ത ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഏതാണ്? ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡുനോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഡോണ്ട്. ഡോണ്ടിന് ഇല്ലേ, അല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ അല്ലേ എന്നൊക്കെയുള്ള മീനിങ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന് ഡോണ്ടിന് തന്നെ അരുത് എന്ന് മീനിങ് വരുന്നുണ്ടല്ലോ. അത് ഇതിനും ഇങ്ങനെയുള്ള ഈ ചില കൺഫ്യൂസ്ഡ് ആക്കി അവരെ നിർത്തിയിരിക്കുന്ന, നമ്മുടെ സഹോദരങ്ങളെ നിർത്തിയിരിക്കുന്ന, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഇതുപോലെ കൺഫ്യൂഷനിൽ നിർത്തിയിരിക്കുന്ന കുറച്ച് വാക്കുകൾ ഒന്ന് സോൾവ് ചെയ്ത് തരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ വിളിച്ച കുറച്ച് കൂട്ടുകാരുണ്ട്. അവർക്ക് ഞാൻ അടുത്ത ക്ലാസ്സിലൂടെ ഇതിന് മറുപടി തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ പഴയപടി തുടർന്നു പോകുന്നതായിരിക്കും. അതിനുവേണ്ടി ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷസ് പറയുന്നതിന് വേണ്ടി ലെറ്റ് us work once again together for the benefit for you and for the improvement of our this channel, that is Arsha English Speaking Course. Okay, let's see in the next class. Till then, bye.